വാട്സ്ആപ്പ് ഗായ്സ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ആക്കണ വരെ ചെയ്തായിരുന്നു. വീട് കംപ്ലീറ്റ് ആക്കല്ല, വീടിൻ്റെ ഏകദേശം ഒരു പണിയൊക്കെ നമ്മൾ തീർത്ത് വെച്ചായിരുന്നു. നമുക്ക് ഇന്ന് ബാക്കിത്തെ കുറച്ച് ഫാർമിംഗ് ഒക്കെ, ഒരു ബെഡൊക്കെ സെറ്റാക്കാം. ബെഡൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ സംഭവം സെറ്റായി. എന്ത് എനിക്ക് നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ ഓർമ്മ കിട്ടിയായിരുന്നു ഇവൻ്റേത്. എവിടെയത് കാണാൻ പറ്റില്ല ഇവൻ. നമുക്ക് കാഞ്ചി ഫസ്റ്റ് നമ്മൾ ഇന്നുണ്ടല്ലോ എന്തായാലും ഒരു ബെഡ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കാഞ്ചി ചെയ്യാം. ഒരു 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 പൂള് കൂടി മതി. നമ്മൾ ഇന്നലെ 2 പൂളായിട്ട് പോയായിരുന്നു. ഇന്നലെ 2 പൂള് കിട്ടിയായിരുന്നു. നമുക്ക് ഒരു പൂള് കൂടി കിട്ടിയ സെറ്റായിട്ടാ. ഒരു പൂളാണ് നമ്മൾ അന്വേഷിക്കണേ. ഒറ്റ ഇത് മതി എന്ന് പറഞ്ഞാൽ ഒറ്റ ഷീപ്പ് മതി എനിക്ക്. ഒറ്റ ഷീപ്പും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. പിന്നെ ആ ബെഡിൻ്റെ പരിപാടി തീർന്ന്. ബെഡ് സെറ്റായി പിന്നെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ബെഡ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ കാര്യങ്ങൾ തീർന്ന്. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അയൺ ആർമർ പെട്ടെന്നാവും. എങ്ങനെയെങ്കിലും ഷീപ്പിനെ കിട്ടാനായിട്ടാണ് നമ്മൾ നോക്കിക്കണേ. ഒരു ഷീപ്പ് മൊത്തം വാടേ. അല്ലാത്ത സമയത്ത് മൊത്തം നേരെ ഷീപ്പാട്ടാ. ഇവിടെ ഒരു കൗവിനെ പോയി ഷീപ്പ് പോലും കാണുള്ള. അല്ല, കവ് പോലും കാണുള്ള ഇവിടെ. അല്ലേ, കവ് പോട്ടെ, എന്തെങ്കിലും ആനിമൽ കാണണ്ടല്ലേ. ഒന്നും കാണണല്ലോ. ഒരു കഴുതുണ്ട് അവിടെ. ഇതെവിടെ? വേറെ ഒന്നും കാണാനുള്ള കേട്ടോ. എന്താ പറ്റിയെന്ന് മനസ്സിലാവണല്ലോ. ഇന്നലെ 2 ഷീപ്പിനെ കണ്ടിരുന്നു. അതേ പിന്നെ ഒന്നും കാണാനുള്ള. ചേടാ, ഇപ്പം എങ്ങനെ കിട്ടും നമുക്ക്? ഷീപ്പില്ലാതെ നമുക്ക് എങ്ങനെ കണ്ടിന്യൂ പറ്റില്ല. നമുക്ക് അങ്ങടെ കുറച്ച് ഇറങ്ങി നോക്കാം. ഇത് OBS ലാഗ് ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക്. ചിലപ്പോൾ ലാഗ് ഉണ്ടാവില്ലേ, അത് OBSൻ്റെ ലാഗാണ്. ഞാൻ OBS റെക്കോർഡർ ഉപയോഗിക്കണേ. നിങ്ങൾക്ക് വേറെ നല്ല റെക്കോർഡർ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നേക്ക്. എനിക്ക് വേറെ റെക്കോർഡറൊന്നും അറിയാൻ പാടില്ല. അല്ലാണ്ട് എൻ്റെ PC-ക്ക് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. അതെ, അവിടെ അത്യാവശ്യം നല്ല FPS ഇട്ടുണ്ട്. ഇത് OBS നല്ല ലാഗാവുന്നുണ്ട്. ഇപ്പം ഞാനേ ഒരു ഇതിന് കണ്ടുപിടിച്ചായി ഈ ചിക്കനെ കിട്ടിയിട്ടാ. എടാ ഒരു ഇത് മതിടാ. കാണുള്ളാന്നേ. ഒരു ഷീപ്പ് മതി. ഒരു ഷീപ്പ് കൂടി കിട്ടിയ സെറ്റായിട്ടാ. ഒരു ഷീപ്പ് എടാ, ഷീപ്പ് കൂടി ഇല്ലട്ടാ. പണി കിട്ടി. ചത്ത് നമ്മളെത്ത് കറങ്ങി ഓടിക്കോ. ഒന്നുമില്ല, ഒറ്റ മൈൻഡ്. ഷീപ്പിലാണ്ട് എങ്ങനെ സെറ്റാവും ഞാൻ? എവിടെയെങ്കിലുമൊക്കെ പോയി ചാവും ഞാൻ ഷീപ്പില്ലെങ്കിൽ. ഷീപ്പിന് കിട്ടാൻ എത്രയ്ക്ക് റയറാ. സാധാരണ കിട്ടാറുള്ളതാണല്ലോ ഷീപ്പൊക്കെ. കണ്ട് ഷീപ്പിനെ കണ്ടിട്ട് ഞാൻ 2 കണ്ട്. 3 കിട്ടി. പേന്നവല്ല. ഈ ഷീപ്പില്ലാത്തതുകൊണ്ട് ഇന്നലെ രാത്രി നമുക്ക് നിർത്തേണ്ടത്. നമുക്ക് 3 ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഒരു ഫാർമൊക്കെ തുടങ്ങി ഒരു ക്ലാസിക് മൈൻക്രാഫ്റ്റ് വൈബ് അടിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവാണ്. ഒരു ഫാർം തുടങ്ങുക, പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. ഇന്നൊരു നല്ല ബിൽഡ് നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഇന്നലെ പണിഞ്ഞ വീട്ടിൽ സെറ്റാക്കി ഒരു നല്ലൊരു ബിൽഡാക്കാം. അതിപ്പോൾ നിൽക്കട്ടാ. ഞാൻ ഈ പൂ പറിച്ചില്ല. എൻ്റെ ബെഡിനെ എനിക്കൊരു നല്ല കളർ കൊടുക്കണം. അത് സെറ്റാവുള്ളൂ. ഇന്നലെ ഇവിടെയല്ലേ നമ്മൾ പെട്ടുപോയത്. ഇവിടെ എവിടെയായിരുന്നു? വീണ്ടും കുഴിഞ്ഞു പോത്. എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. മനസ്സിലായി. ഇത് കണ്ടാ, ഇതും വ്യത്യാസം കണ്ടാ. ഇത് ഇവിടെ ചാടി കുഴിഞ്ഞു. അയ്യോ, അധികം നേരം നിന്നതൊക്കെ ടൈം പാസിങ് കേട്ടോ. ഞാൻ സത്തു എടതേ നാണ്ടൊക്കെ സൈഡിൽ കിടന്നാണ്ട് വന്നിട്ടാ. ഇതിവിടെ നമ്മുടെ ഹാർട്ട് ഫ്രീസായിട്ടാ. അയ്യോ, ഞാൻ ഇതൊന്നും കളിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഇത്ര ഇതായിട്ടൊന്നും കയറി ഉണ്ടായില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് മൈൻക്രാഫ്റ്റ് കളിച്ചായിരുന്നു. ആ ഒരു ഓർമ്മയുള്ളൂ എനിക്ക്. വേറെ പ്രത്യേകിച്ചൊന്നും അറിയാൻ പാടില്ല. നമ്മുടെ വീടെന്തി ഇവിടെ തന്നെ ഉണ്ടാവും. അതുണ്ട്. വെട്ടി നമ്മുടെ വീട്.
ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. നമുക്കൊരു നല്ലൊരു ബിൽഡ് ഉണ്ടാക്കണം. അയ്യോ, ബിൽഡും പോയിട്ട് പറയാട്ടാ, നിൽക്ക് ക്രിയേറ്റ് ചെയ്യട്ടെ. ഇവിടെ ബെഡ് വയ്ക്കാല്ലേ? സെറ്റ്. ബെഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനില്ല. പിന്നെ ഇതിവിടെ വയ്ക്കുക, ഇതിവിടെ വയ്ക്കുക. പിന്നെ ഇത് വറക്കുക, ഇത് പിന്നെ സെറ്റ്. എടാ എന്നാൽ നമുക്കത് നേരെ ബിൽഡിംഗ് ആയിട്ട് കിടക്കാം. ഇത് നമുക്ക് നാളെ പണിയാം. വീട് സെറ്റാക്കണം നാളെ. ബാക്കിയല്ല ഇന്ന് നമുക്ക് സെറ്റാക്കട്ടാ. ഒരു മെഗാ മാരത്തോണാണ് ഇന്ന്. മാരത്തോൺ പോയിട്ട് പറഞ്ഞപ്പോൾ കാണിച്ചു തരാട്ടാ. മാരത്തോൺ എന്നൊക്കെ കുറച്ച് മരമൊക്കെ വെട്ടി ക്ലീൻ ആക്കണം. വീട് മൊത്തം കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ. പിന്നെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കാൻ പാടില്ല. മൊത്തം സിറ്റി വൈബാക്കും ഇവിടെ. സിറ്റി നമ്മളുണ്ടല്ലോ ഈ പണ്ടത്തെ ആൾക്കാർ ജീവിക്കണ വീടൊക്കെ ഇല്ലേ, അങ്ങനത്തെ വീടൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. എല്ലാവരും മോഡേൺ വീടൊക്കെ ഉണ്ടാക്കണേ. ഇതൊക്കെ എങ്കിൽ ഔട്ട് ഓഫ് ഫാഷനാണ്. നമുക്ക് മറ്റേ പണ്ടത്തെ ആൾക്കാർ ജീവിച്ച വീടൊക്കെ ഇല്ലേ, ഹിസ്റ്റോറിക്കൽ വീടൊക്കെ, അതൊക്കെ ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ കുറച്ച് പാടൊക്കെ തന്നെ, കുറേ മെറ്റീരിയൽസൊക്കെ കാണാം. മോഡേൺ വീട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഇതൊക്കെ മതി. വെളുത്ത എന്താ പറയുക എൻ്റെ പേര്, ഗ്രാനൈഡോ എന്താണ്ട് പേരുണ്ടായി. ആ വെളുത്ത ബ്ലോക്കൊക്കെ മതി. ആ വെളുത്ത ബ്ലോക്ക് കൊണ്ട് അങ്ങ് പണിയുക. പക്ഷേ ഇങ്ങനത്തെ വീട് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ വേണം. അത്യാവശ്യം ഫുഡ് സെറ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കണം. അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. കുറച്ച് കബിൾസോൺ കളക്ട് ചെയ്യണം അതിന്. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ടോർച്ച് വയ്ക്കുക. ഇട്ടുണ്ടല്ലോ ഇങ്ങോട്ടില്ലേ കുറേ കബിൾസോൺ വേണം നമുക്ക്. ഇന്നൊന്നും തീരില്ല. ഒരു 4-5 ഫർണിസ് ഉണ്ടാക്കാം അല്ലേ? 4 ഫർണിസ് ഉണ്ടാക്കാം. എന്നിട്ട് എല്ലാത്തിലോട്ട് പൊരിച്ചങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടോ നിങ്ങൾ? സീന ഉണ്ടാക്കാൻ പോണേ. ഇനിയത്തെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടോ? ഇനിയത്തെ വീഡിയോസൊക്കെ അന്താരാഷ്ട്ര വീഡിയോസ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കണേ. സ്ഥിരമുണ്ടല്ലോ വേഗം തന്നെ ഇത് മുത്രം മുറിച്ചിട്ടേ ഞാൻ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് വേഗം തന്നെ നമുക്ക് മറ്റേ സാധനം ചെയ്യാം. വറുത്തെടുത്തിട്ട് ഉദ്ദേശിക്കുന്ന സാധനം കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ. അയ്യോ, ഒരു 5 മതി. ഇവിടെ ഒരു കോളില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ പ്ലാൻ കൊണ്ട് വേവിക്കണേ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരാം. ഈ കട്ടയിൽ നിന്ന് ഈ കട്ടയാക്കി ഞാൻ ഈ കട്ടയാക്കിയാണ് സീൻ. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ, നമ്മളൊരു വെള്ളത്തിൻ്റെ അടുത്തല്ലേ, നമുക്കൊരു ഇതുണ്ടാക്കാം. മറ്റേ സാധനത്തിന് വേറെന്താ പറഞ്ഞത്, ഒരു ഫിഷിങ്ങിന് പോയിട്ടല്ല, ബോട്ട് ഏരിയയില്ലേ, ബോട്ടിയോട്ടൊക്കെ കയറുന്ന സ്ഥലം, അതുണ്ടാക്കാം. ആദ്യം നമുക്കൊരു ഇതുണ്ടാക്കണം. മറ്റേ ഫിഷിങ് പോയിട്ട് ഒരു ഫാർം ഏരിയ ഇത് വേണം. ഇവിടെ നമുക്ക് ഏതായാലും ബോട്ടിങ്ങിൻ്റെ സാധനം ഉണ്ടാക്കാം. ബോട്ട് ഏതായാലും ഇപ്പോൾ ആവശ്യമില്ല, ഫാർമിംഗ് അല്ല ആവശ്യം. നമുക്ക് ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാത്രി ആവാറേട്ടാ, വേഗം ഉറങ്ങാം. കാണിച്ചു തരാട്ടാ. ഇനി ഇങ്ങനത്തെ സ്റ്റെപ്പ് കുറച്ച് ഉണ്ടാക്കുക. ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കും, ഇവിടെ സ്മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് വേവിക്കും. നമ്മൾ നേരെ വിട്ട് അവിടെ വയ്ക്കും. ബിൽഡിങ് ഈ കണ്ടോ, ഇനിയാണ് ഈ പെട്ടെന്ന് ഞാൻ ചെയ്ത് കാണിച്ചാൽ മതി. വേഗം പോയിട്ട് നമുക്ക് ഒരു എവിടെയാണ് സ്ഥലം അതിലുണ്ടോ കിട്ടി. 5 1 2 3 ഇങ്ങനെ നോക്കണ്ടല്ലോ, കുറച്ച് വയ്ക്കാം. എന്നിട്ട് കാണിച്ചു തരട്ടെ. ഇവിടെ ഓർമ്മിക്കണം വെച്ച് ഉദ്ദേശിച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ എത്ര വേണം, ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വെക്കണം കേട്ടോ. 3 വെച്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. കുറച്ചുകൂടി വേണമല്ലോ നമുക്ക്. പിന്നെ നമുക്ക് കുറച്ചേ ഡേർട്ട് കളക്ട് ചെയ്യണം കേട്ടോ. ഡേർട്ട് എവിടെ നിന്നിട്ടേ? ഇവിടുത്തെ ഡേർട്ട് പൊളിക്കാനുള്ള, ഇവിടുത്തെ ഡേർട്ട് പൊളിച്ചാലും പോവും. ഇവിടെ നമുക്ക് കുറേ ബിൽഡിംഗ് ഒക്കെ ചെയ്യാനുള്ള സ്ഥലമാണ്. ഒരു സ്റ്റോണിലടാ, സ്റ്റോണുണ്ട്. സ്റ്റോൺ എടുക്കുക, ഇവിടെ വയ്ക്കുക, പൊട്ടിക്കുക. ഇപ്പോൾ കബിൾ സ്റ്റോൺ കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു ഷവലുണ്ടാക്കണം. ഷവലുണ്ടാക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ വീടിന് വിളിച്ചു തുടങ്ങാം. കുറച്ച് ഡേർട്ടെല്ലാം ഉണ്ട്. ഇവിടെ എന്തായാലും നമ്മൾ കുറച്ച് പ്ലാങ്ങൊക്കെ ഇടും. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വിളിച്ചു തുടങ്ങാം.
ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ കുറച്ച് ഇനി കുറച്ച് ക്ലീൻ ആക്കണം. നമുക്ക് ഇവിടെ ഫാം തുടങ്ങാം കേട്ടോ. ഇവിടെ നല്ലൊരു കൗ ഫാർമോ അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ ഒക്കെ ക്രോപ്പിൽ നിന്ന് വീറ്റ് ഫാമൊക്കെ നമുക്ക് തുടങ്ങാം ഇവിടെ. ഇവിടെ നിന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ എന്തായാലും അന്ന് ക്ലീൻ ആക്കണതിന് പകരം ഇന്ന് ക്ലീൻ ആക്കിയെന്നുള്ളൂ. നമുക്ക് കുറച്ച് ഡേർട്ടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നെന്തായാലും നമ്മൾ നല്ല നല്ല ബിൽഡിംഗ് ഒക്കെ ചെയ്യും. ബിൽഡിംഗ് എന്ന് വെച്ചാൽ വീട് നാളെ അപ്ഗ്രേഡ് ചെയ്യുക. വീട് നല്ല സെറ്റപ്പ് വീടാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീടായിട്ട് അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. വേറെ വീടെന്ന് പറഞ്ഞാൽ ഞാനൊരു 5ാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോൾ പുതിയ വീട് പണിയുക. ആ വീട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നമുക്ക് ഇതിൻ്റെ വില്ലേജ് ഒന്നും കിട്ടിയല്ലോ ആട്ടയിൽ. വില്ലേജ് കുറച്ച് സെറ്റായാൽ പിന്നെ നമുക്ക് ട്രേഡൊക്കെ ചെയ്ത് റിച്ച് ആവാം. ഡ്രാഗനെ കൊല്ലണം ഭയങ്കര പതിയായിട്ട് കൊല്ലുള്ളൂ ഞാൻ. എല്ലാം എന്ന് പറഞ്ഞാൽ ബിൽഡൊക്കെ ചെയ്ത് ഞാൻ സീരീസ് എന്ന് ഈ മൈൻക്രാഫ്റ്റ് അവസാനിപ്പിക്കുമ്പോഴാണ് ഞാൻ മറ്റേ ഡ്രാഗനെ കൊല്ലുള്ളൂ. അതാണ് ഞാൻ തീരുമാനിച്ചിട്ടാണ്. ഇത്ര നാൾ ഡ്രാഗനെ കൊല്ലില്ല. നെന്തറൈറ്റ് ആർമർ ഫുൾ അപ്ഗ്രേഡൊക്കെ ചെയ്ത് ഇവിടെ മൊത്തം മറ്റേ എന്താണ് ഇവിടെ മൊത്തം ബിൽഡിങ്ങൊക്കെ ചെയ്ത് മൊത്തം സെറ്റാക്കി തീർന്നിട്ടാ പൊട്ടി നമ്മുടെ ഇതൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പുതിയൊരു വേൾഡ് തുടങ്ങുള്ളൂ. എന്തായാലും ഡ്രാഗനെ കൊന്നാൽ പിന്നെ നമ്മുടെ ഈ വേൾഡ് അവസാനിക്കും കേട്ടോ. പിന്നെ ഈ വേൾഡ് കളിക്കില്ലേ. കുറച്ച് ട്രാൻസ്ഫോം ചെയ്യട്ടെ. ഇവിടെ നമ്മളെന്തായാലും ഒരു വീറ്റ് ഫീൽഡ് തുടങ്ങുമ്പേ കുറച്ച് നല്ലോണം ചെയ്യണ്ടേ. നോക്കിട്ടാ ഇത് ഓർമ്മ പൊട്ടിക്കട്ടെ കേട്ടോ. എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ. ഇവിടെ വരെ ഉണ്ട് നമ്മുടെ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1 2 3 3 വരെ വെള്ളം വരില്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അത്ര അറിയുള്ളൂ. 3 ലെവൽ വരെ വെള്ളം വരും. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ 3 ലെവലിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടാവില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. അഴയും കിട്ടില്ലേ? അപ്പോൾ എനിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് സംഭവം. ഈ വാട്ടറും ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ പറഞ്ഞുതരാൻ നോക്കാം. ഈ വെള്ളമല്ലേ ഇത് ഒറ്റ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഈ 3 സെറ്റ് ആവുള്ളൂ. ഒരു വെള്ളം കൊണ്ട് ഇവിടെ വെള്ളം എന്ന് വിചാരിച്ചോ. ഒരു വെള്ളം കൊണ്ട് 1 2 3 ബ്ലോക്ക് അത്ര മറ്റേ നമുക്ക് നടാൻ പറ്റുള്ളൂ. നട്ടാൽ വളരുള്ളൂ. ബാക്കി നടാനൊക്കെ പറ്റും എല്ലാത്തിനും. പക്ഷെ നട്ടാൽ വളരണേ അത്രയത്തിലാത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അത്യാവശ്യം നോക്കി അത്യാവശ്യത്തിലുള്ള നമുക്ക് സാധനങ്ങൾ സെറ്റാക്കാം. എന്ന് പറഞ്ഞതേ ഏതായാലും എൻ്റെ വീഡിയോ ആണ്. അത്രയും ന്യൂബ്സ് ഒന്നും ആയിരിക്കില്ല. അത്യാവശ്യം പ്രോയൊക്കെ ആയിരിക്കില്ല കാണണേ. പ്രതീക്ഷിക്കുന്നു. ഞാൻ ന്യൂബ്സ് എന്ന് പറഞ്ഞാൽ കളിയാക്കല്ല കേട്ടോ. പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ. സെറ്റായിട്ട് അവിടെ ഇപ്പതേ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യട്ടെ കേട്ടോ. ഇല്ല അലമ്പാവും. ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ട് സെറ്റാക്കിണ്ട് കേട്ടോ. കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കാം അല്ലേ. എനിക്ക് ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യണമെന്ന് മനസ്സിലാവണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരല്ല ഇപ്പം എന്തിനാ ഇവിടെ ഇങ്ങനെ ചെയ്യണേന്നും. സെറ്റായുണ്ട് സെറ്റിട്ടാ. അപ്പോൾ ഇനി ഇവിടെ ഞാൻ ചെയ്യണം കേട്ടോ. ഏതായാലും കണ്ടോട്ടാ. സെറ്റപ്പ് സംഭവം പോണേ. കുറച്ച് മതി, കൂടിപ്പോണ്ട. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ വേണമല്ലോ. കബിൾ സ്റ്റോൺ അതിന് വേണ്ടി തന്നെ ഉണ്ടല്ലോ. നമുക്ക് ഞാൻ ചെയ്യാം. ഇവിടുന്ന് 2 ആവശ്യമുള്ളൂ. പക്ഷേ 4 കളക്ട് ചെയ്യുക. വീണ്ടും കൂടെ വരണ്ടേ. നമുക്ക് ഇവിടുന്ന് കുറച്ച് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പോകാട്ടോ. അല്ല ഹോ നമ്മുടെ ഉണ്ട് കേട്ടോ. ഞാൻ ഹോ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. ഹോ നമ്മുടെ ഉണ്ടാക്കി. ചേടാ ചുമ്മാ തേനിലേ. ഇവിടെ നമുക്ക് ഒരു 5 സെറ്റാക്കി. ഇപ്പോൾ സ്റ്റെപ്പ് പോലും അതിൽ ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം ഒരു ഇവിടെ മൊത്തം എനിക്ക് സീഡ് നടാൻ പറ്റും. സീഡ് എന്ന് പറഞ്ഞാൽ മറ്റേ വീറ്റില്ലേ, വീറ്റിൻ്റെ അത് മൊത്തം ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് കൃഷി എനിക്ക് ചെയ്യാൻ പറ്റും. വെള്ളത്തിനടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിത് ഇവിടെ മൊത്തം കൃഷിയായിട്ട് ഞാൻ ചെയ്യാൻ പോകണം. ഇവിടെ മൊത്തം ആക്കണം കേട്ടോ. അയ്യോ പൊട്ടിപ്പോയി.
ഓറുണ്ടാക്കണം. ഇനി ഇവിടുത്തെ ഈ സൈഡൊക്കെ സെറ്റാക്കണമെങ്കിൽ അതിനുണ്ടല്ലോ നമ്മുടെ സാധനങ്ങൾ. നമ്മൾ സാധനങ്ങൾ കുറയ്ക്കാറില്ല നമ്മുടെ സാധനങ്ങളൊന്നും. ഇങ്ങനെ വന്നിട്ട് അയ്യോ ഇവിടെ മുറിക്കണ്ടായിരുന്നിട്ടാ. ഇങ്ങനെ സെറ്റ് ഇങ്ങനെ വയ്ക്കുക. അപ്പുറത്തേതുപോലെ തന്നെ ഇവിടെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. ഈ മരം മുറിച്ചോളാം കേട്ടോ. ഈ മരം ഇടയിൽ തന്നെ എല്ലാത്തിനും ചെത്തിക്കളയും. അത് ചെത്തിക്കളയും സീൻ മോനെ. സെറ്റാക്കില്ലേ ഇപ്പോൾ? ഇപ്പോൾ അതേ കണ്ടാ നമ്മുടെ സ്റ്റെപ്പ് കണ്ടാ. ഇപ്പം തന്നെ ഞാൻ നല്ല ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളിനി എൻ്റെ വീട് കണ്ടോ? വീടാണ് കാണേണ്ടത് നിങ്ങൾ കേട്ടോ. ഒരു ഷവൽ വേണം കേട്ടോ. ഷവൽ സെറ്റാക്കിയിട്ടുണ്ട്. ഷവലിൽ നമുക്ക് ഹോയിലുണ്ടേ. ഇതെപ്പോഴും മാറിപ്പോകുന്നത്. ഹോയില് വേണ്ട, ഹോയ് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങോട്ടൊരു വഴിയൊക്കെ സെറ്റാക്കണ്ടേ? വഴിയൊക്കെ സെറ്റാക്കാട്ടാ കേട്ടോ. നമ്മളിത് ഇവിടെ ചാടിയുണ്ടല്ലോ, ഇത് പൊട്ടുവിട്ടാ കണ്ട. അങ്ങനെ ചാടാൻ പാടില്ല നമുക്കിവിടെ. ചാടി പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. പക്ഷേ നമ്മൾ ചാടി വിടാറുന്നായി. ചാടി വിടാറുന്ന അതിൽ പ്രശ്നമൊന്നുമില്ല. സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഫുള്ള് സീഡ് നമുക്ക് ഇറങ്ങണം. അത് പെട്ടെന്നാവും. കാരണം വെച്ചാൽ ഒരു സീഡ് മതി മൊത്തമാവാൻ. ഇത് പെട്ടെന്ന് വളരണ സാധനമാണ്. നമ്മൾ മീൻകുളത്തിൻ്റെ പായലിടില്ലേ അതുപോലെ പെട്ടെന്ന് വരും. സീഡ് കൊണ്ട് എന്നിട്ട് അവസാനം നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവും. 4.5 മതി ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഒരു ടെമ്പററി ആയിട്ട് മതി കുറച്ചൊക്കെ. 4-5 സെറ്റ് ഓരോ മണി കിട്ടിയ സെറ്റായിട്ടാ. ഇത്ര കിട്ടുമെന്ന് തോന്നുന്നുണ്ടാ. നമ്മുടെ ഭാഗ്യം ഇത്ര ഉള്ളു. 5 മതി കിട്ടി. സെറ്റായിട്ടാ. നമുക്കിനി അവിടെ പോവുക, എല്ലാം വയ്ക്കുക. ഇങ്ങനെ സ്ഥലമല്ലേ ഈ സ്ഥലത്തൊന്നും വെള്ളം കയറിയിട്ടില്ല, തന്നെ ആയിക്കോളും. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് വയ്ക്കാം. ഈ ഡാർക്കായ സ്ഥലത്താണ് വെക്കേണ്ടത്. ഇങ്ങനെ സ്ഥലത്തൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നർത്ഥം കണ്ട. ഇങ്ങനെ സ്ഥലത്തൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നർത്ഥം. ആയിക്കോളും, പതിയാവും. പതിയെ എല്ലായിടത്തും മതി. ഇവിടെ ആയി, ഇത് അവിടെ ആയി. കുറച്ച് നാളും വല്ല സെറ്റായിക്കോളും. കുറച്ച് നാളും വേണ്ട, ഒരു മിനിറ്റ് കൊണ്ടുള്ളിൽ സെറ്റാവും. നമുക്കൊരു കാര്യം ചെയ്യാട്ടാ. ഈ മരം വെട്ടിക്കളയാം. ഈ മരം ഭയങ്കര ബ്ലോക്കാണ്. ഈ മരം വെട്ടിക്കളയാം, ആ മരം വെട്ടിക്കളയാം. ഇവിടെ വീടിൻ്റെ ഒരു സെറ്റാക്കി തരാം ഞാൻ. കണ്ടോ നിങ്ങൾ? മരത്തിൻ്റെ ഇത് പോവോ? പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രാഞ്ച് പിടിപ്പിക്കാൻ തോന്നുന്നു. ബ്രാഞ്ച് പിടിപ്പിക്കാൻ ഇതെല്ലാം പിടിപ്പിച്ചാലാണ് ഇവന്മാർ ഉണങ്ങിപ്പോളൂ. ആപ്പിൾ കിട്ടിട്ടാ. ഇനി കണ്ടോട്ടാ. ഇനി ഇവിടെ നിന്ന് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മൊബൈലിലാണ് എനിക്കറിയില്ല കേട്ടാ. PC യിലാണ് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് ക്ലിക്ക് ആക്കിയാൽ മതി. റൈറ്റ് ക്ലിക്ക് ആക്കിയാൽ ഇതിങ്ങനെയാവും. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇവിടെ എന്താ ചെയ്യണമെന്ന് കണ്ടോട്ടെ. ഇതൊക്കെ സെറ്റാക്കി തരാം. ഒരു അലങ്കോലായിട്ട് ചെയ്താൽ മതിയല്ല. കുറച്ച് അത്ര രസമായിട്ടും ചെയ്യണ്ട. വേണ്ട, ഒരു ഷേപ്പിലങ്ങ് വെച്ചായി. ഷേപ്പല്ല, ചുമ്മാ റാൻഡമായിട്ട് വെക്കിയാൽ മതി. ഇത് ഇവിടെ നമുക്ക് ഇനി ഇതങ്ങ് വെക്കും. പിന്നെ 1 2 3 1 2 3 കണ്ട. സ്റ്റെപ്പല്ല വെക്കണ്ട. ഇവിടെ മറ്റേ സ്ലാബ് ഒക്കെ ഉണ്ട്. സ്ലാബ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി കാണാൻ രസം തന്നെ. ഇപ്പോൾ കണ്ട, നമ്മൾ ഒറ്റ എപ്പിസോഡിലല്ലേ നമുക്ക് ഇത്രയും ചെയ്തത്. ഒരു ഫാം തുടങ്ങി ഇത്ര ഇത് ചെയ്ത് നമുക്ക് ഇവിടെ കൂടെ ടൈലിടാട്ടാ. ഇവിടെ ടൈലിട്ടാലും ശരിയാവുള്ളൂ. നമ്മുടെ വീട് കാണാൻ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ടൈലിപ്പോൾ എന്ത് ടൈലിടും? ഒന്നെങ്കിൽ ഇതിടണം അല്ലെങ്കിൽ ഇതിടണം. വീട് മൊത്തം സാധനമല്ലേ, നമുക്ക് ഇതായിട്ട് ഇടാം. സെറ്റാ. നമുക്ക് ബെഡ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെച്ച് ഇതിപ്പോൾ നമ്മുടെ വീട് സെറ്റായില്ല. നോക്കി, വീടും സെറ്റായി. നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ സെറ്റായി. കണ്ട,
കാഞ്ചി ചേട്ടാ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കണേ കുറച്ചും നല്ലത്. വീടിൻ്റെ പുറകെ അങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം. അപ്പം എങ്ങനെയാണ് നമ്മുടെ വീട് കാണാൻ? വീട് കാണാൻ വീടും പരിസരമൊക്കെ കാണാൻ നല്ല സീനായില്ലേ? അങ്ങോട്ട് ഫുള്ള് എനിക്ക് ഇത് വലുതാവും കണ്ടോ, ഇപ്പം തന്നെ വലുതാകാൻ തുടങ്ങി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതൊക്കെ വലുതാക്കി ഈ വീടൊക്കെ സെറ്റാക്കണം. പിന്നെ ഇവിടെ നമുക്കൊരു വലിയ വീറ്റ് ഫാം തുടങ്ങാം കേട്ടോ. അതിപ്പോൾ ടെമ്പററി ആയിട്ടാണ്, എനിക്കിപ്പം ആഴയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്തത്. ഞാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. വീടിനകത്ത് ലൈറ്റില്ലേ? ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് മുറിച്ച് കളയാം. ഇതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ സെറ്റായി. നമുക്ക് ഈ മരം വെട്ടിക്കളഞ്ഞ കേട്ടോ, ഈ വലിയ മരം. ആ വലിയ മരം ഇരുന്നോട്ടെ, ഒരു ഐക്കോണിക് മരം ആവട്ടെ. ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. അത് ആ മരത്തിൻ്റെ അല്ലായിരുന്നു, ഇത് വേറെ ഒരു മരം ഉണ്ടായി ഇവിടെ. ആ മരത്തിൻ്റെ ഇതൊക്കെ ഇരിക്കണം ഇവിടെ. സെറ്റായില്ലേ? നമുക്ക് ഇവിടെ നമുക്കൊരു ഷിപ്പും പോയിട്ട് ബോട്ടിൻ്റെ സ്ഥലം ഉണ്ടാക്കാം. ഇപ്പോൾ മൊത്തം റിവറല്ലേ, ഇപ്പോൾ ബോട്ടായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ടായിക്കോട്ടെ. ബോട്ട് എപ്പോഴും ഇവിടെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇവിടെ നമ്മുടെ വീറ്റ് ഫീൽഡ്, ഇവിടെ നമുക്ക് ഇവിടെ കൗ ഫീൽഡ് ഉണ്ടാക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കൗവിൻ്റെ സ്ഥലം ഉണ്ടാക്കാം. ഇവിടെ കൗവും വീറ്റൊക്കെ ആയിട്ട് സെറ്റാക്കാം. അല്ല വേണ്ട, അവിടെ കൗ ഉണ്ടാക്കാം, ഇവിടെ വീറ്റ് ഉണ്ടാക്കാം. അതൊക്കെയാണ് അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ശരി എന്നാൽ.